പലപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ മകൻ ജയിലിലല്ലേ. ജയിലിൽ ചെല്ലുന്നത് മാനസികമായിട്ട് ആകെ തകർന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് ചെല്ലുന്നത്. സെൻട്രൽ ജയിലിൽ 2000-ലധികം തടവുകാർ, പക്ഷേ ആ ജയിലിനകത്ത് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ച് ജയിലിൽ ചെന്ന് മറ്റ് സഹ തടവുകാരായിട്ട് പല പ്രാവശ്യം അവിടെ വെച്ച് ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാൻ ഇടയായി തീർന്നു. ചട്ടമ്പിയായിട്ട് പുറത്ത് ജീവിച്ചതാണ്. പക്ഷേ ജയിലിനകത്ത് ചെന്ന് അതുപോലെ ആ ചട്ടമ്പിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ജയിൽ ഉദ്യോഗസ്ഥർ നന്നായിട്ട് അവർ കൈകാര്യം ചെയ്യും. അങ്ങനെ അവരെന്നെ പല പ്രാവശ്യം ജയിൽ ഉദ്യോഗസ്ഥർ വാണിംഗ് തന്നു, എന്നെ കൈകാര്യം ചെയ്ത് നന്നാക്കാൻ നോക്കി. ഒടുവിൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ജയിലിനകത്ത് ഒറ്റ മുറിയിൽ അവരെന്നെ പാർപ്പിക്കാനിടയായി തീർന്നു. പലപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിൻ്റെ മകൻ ജയിലിലല്ലേ, നിങ്ങളുടെ മകൻ ജയിലിലല്ലേ എന്ന് പറയുമ്പോൾ ഒരു അമ്മയാണെങ്കിലും ഒരു അച്ഛനാണെങ്കിലും വളരെയധികം വേദനിക്കും. ഇപ്പോൾ ഭർത്താവാണ് ജയിലിൽ പോയെങ്കിൽ ആ ഭാര്യയോട് മറ്റുള്ള സ്ത്രീകൾ ചോദിക്കും, നിൻ്റെ ഭർത്താവ് ജയിലിലല്ലേ കഴിയുന്നത്? അല്ല, ആ പിഞ്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരോട് കേടാ നിൻ്റെ അപ്പൻ ജയിലിലല്ലേ